ഞെട്ടിപ്പോയി ഹൃദയം പൊട്ടിപ്പോയി, ഹൃദയം പൊട്ടിപ്പോയി. രാവിലെ ആദ്യം കാണുന്ന പോസ്റ്റ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെയാണ്. അസ്ഹറുദ്ദീൻ്റെ ഉള്ളിലേക്ക് തീവ്ര ചിന്തകൾ കുത്തി നിറച്ചതാര്? പോസ്റ്റിന് ആധാരമായത് കണ്ണൂർ വെച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഈ അസ്ഹറുദ്ദീൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കല്ലെറിഞ്ഞു. തീർത്തും തെറ്റായ പ്രവണതയാണ്. അർഹിക്കപ്പെടുന്ന ശിക്ഷ ആ ചെറുപ്പക്കാരന് നൽകുക വേണം. രസമൊന്നുമില്ല. അതിനുശേഷം അദ്ദേഹം വിശദമായി കുറിച്ചൊരു കുറിപ്പുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ ആശങ്ക വരികയാണ്. യുവാക്കളെ കുറിച്ച് ഓർത്ത്. കാരണം ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനൊക്കെ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാവി അഥവാ ഇവിടുത്തെ തലമുറ എങ്ങോട്ടാണ് ഈ പോകുന്നുള്ള ആശങ്ക അദ്ദേഹം പങ്കുവച്ചിട്ട് അതേസമയം അവരെ തീവ്രവാദത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന വിനാശകരമായ രാഷ്ട്രീയ സംസ്കാരത്തിന് അവസാനമിടുന്നതിനായി മുന്നിട്ടിറങ്ങാനുള്ള കരുത്താണ് ഇത്തരം ഓരോ കാഴ്ചകളും എനിക്ക് നൽകുന്നത്. അഥവാ ഇത്തരം ചെറുപ്പക്കാരുടെ തീവ്ര ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ്റെ രക്തം തിളക്കുകയാണ്. അദ്ദേഹത്തിന് അതൊക്കെ പ്രേരകമാകുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് വന്നത് ഈ കല്ലെറിയുക എന്നുള്ളതൊരു തീവ്രവാദ ചിന്ത. തീവ്രവാദ ചിന്തയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് എങ്കിൽ ഒരു കല്ലേറ് അതിന് ഗ്ലാസ് മാത്രമല്ലേ പൊട്ടിയുള്ളൂ എങ്കിൽ കുണ്ടറയിൽ നടന്ന സംഭവം നിങ്ങൾ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് നിരുത്തരവാദിത്തപരമായി നിങ്ങൾ സംസാരിക്കരുത്. ആ സ്ഥാനത്തിരിക്കുമ്പം ആ ബഹുമാനം നിങ്ങളൊരു വ്യക്തി എന്നുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്. സർ, ഇത് ഏത് തീവ്രവാദത്തിൽപ്പെടും എന്ന് പറഞ്ഞു. കൊല്ലം കുണ്ടറയിൽ റെയിൽ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെ എന്ന് FIR. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തുകയായിരുന്നു ലക്ഷ്യം. സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും NIA ചോദ്യം ചെയ്തു. കുണ്ടറ പോലീസ് തീവ്രതയൊന്നുമില്ലേ? ഇതിൽ ഭീകരവാദമൊന്നുമില്ലേ? ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്ന് പാളത്തിൽ വെച്ചിട്ട് എത്ര ആളുകൾക്ക് ജീവഹാനി സംഭവിക്കും? ഒരു കല്ലെറിഞ്ഞ് അതിൻ്റെ ഗ്ലാസ് പൊട്ടി തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ശിക്ഷ കൊടുക്കണം. നമ്മൾ പറയുന്നതല്ല. ഈ കേസിൽ പിടിക്കപ്പെട്ട പ്രതികളെക്കുറിച്ച് എന്തുകൊണ്ട് ഇതൊരു തീവ്രവാദ അക്രമമാണെന്ന് പറഞ്ഞില്ല, തീവ്രത എന്ന് പറഞ്ഞില്ല? കാരണം എനിക്ക് അറിയാം, ഈ പേര് മാറുമ്പോഴാണ് തീവ്രത ഉണ്ടാകുക. അതുപോലെ തന്നെ ഫുള്ള് മാഫ് നോക്കിയിട്ടാണ് അല്ലേ തീവ്രത അളക്കുക. അതാണ് നിങ്ങളുടെ പ്രത്യേകത. ഇതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അഴുക്ക് ചാനൽ രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമത് ഞാൻ തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാസർഗോഡ് ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമം, പ്രതി പിടിയിൽ. കാസർഗോഡ് ട്രെയിൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. ആറന്മുള ഇരന്തൂർ സ്വദേശി ജോജി തോമസ്. ഇദ്ദേഹത്തിന് തീവ്രത ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഫുള്ളുണ്ട്. അതാ ഞാൻ അടുത്തത്. തൃശ്ശൂർ റെയിൽ ട്രാക്കിൽ ഇരുമ്പ് റാഡ് ഇട്ട പ്രതി പിടിയിൽ. തമിഴ്നാട് സ്വദേശി ഹരി 38. തീവ്രത ഉണ്ടാകുമോ? കുറവായിരിക്കും. ഫുള്ളുണ്ട്, അതുകൊണ്ടായിരിക്കും. അതിനടുത്ത് കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകൾ നിരത്തി. പടച്ചറബ്, എന്തൊക്കെയാണ് ചെയ്തത്? ട്രാക്കിൽ തീയിട്ട് എന്നിട്ട് കരിങ്കല്ല് കൊണ്ടുവച്ചു. കാസർഗോഡ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. ട്രാക്കിന് സമീപം തീയിട്ട ശേഷം പാളത്തിൽ കരിങ്കല്ലുകളും തടികളും നിരത്തി. പ്രതി ജിജോ ഫിലിപ്പിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിജോ ഫിലിപ്പാണ് പ്രതി. അങ്ങനെ തുടങ്ങി എത്ര കേസുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര നമുക്ക് ഇതിനകം കാണാൻ കഴിഞ്ഞത്. ഇത് ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അത് ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് അത് പൂർത്തിയാക്കാം. ഇനിയിപ്പോൾ വന്ദേ ഭാരത് അല്ലേ പ്രശ്നം? വന്ദേ ഭാരതിൻ്റെ വിഷയം നമുക്ക് കൊണ്ടുവരാം. കൊല്ലത്ത് വന്ദേ ഭാരത് ട്രെയിന് നേരെ കല്ലേറ്, ചില്ലുപൊട്ടി, പ്രതി അറസ്റ്റിൽ. കൊല്ലത്ത് വന്ദേ ഭാരത് ട്രെയിന് കല്ലെറിഞ്ഞ ആളെ പോലീസ് പിടികൂടി. പ്രാക്കുളം സ്വദേശി സുനിലിനെ 38-നെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ഈ വന്ദേ ഭാരതിൻ്റെ കല്ലെറിയുമ്പോഴാണ് തീവ്രത വരുന്നതെങ്കിൽ സുനിലിൻ്റെ തീവ്രതയുടെ ഗ്രാഫ് എത്രത്തോളം ഉയർന്നിട്ടുണ്ടാകത്തില്ല. എന്നറിയാമോ? ഒന്ന്, അവൻ്റെ പേര് സുനീർ എന്നല്ല സുനിൽ എന്നാണ്. രണ്ടാമത്തൊരു കാര്യം, ഫുള്ളാണ്. ഹാഫാണെങ്കിൽ മാത്രമേ തീവ്രതയാവുള്ളൂ. ഓക്കെ, ശരിയല്ലേ?